വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡീപ് തോട്ട്സ് ദീപിക. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫേസ് വാഷ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫേസ് വാഷിനും സോപ്പിനൊക്കെ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് വാഷ് പൗഡറാണിത്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണിത് കേട്ടോ. നമ്മുടെ സ്കിന്നിന്റെ നിറം കൂട്ടാനും അതുപോലെ കരുവാളിപ്പ്, കരിമാങ്കല്യം, പിന്നെ കറുത്ത പാടുകൾ ഇവയൊക്കെ മാറ്റിയിട്ട് സ്കിന്നിന്റെ കോംപ്ലക്ഷൻ തന്നെ ഇംപ്രൂവ് ചെയ്യിക്കുന്ന ഒരു ഫേസ് വാഷ് ആണിത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കേണ്ടത് നോക്കാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഫേസ് വാഷ് പൗഡർ. അപ്പൊ നിങ്ങൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ഉപയോഗിച്ച് വരുമ്പോൾ സ്കിന്നിന് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഉണ്ടാക്കുക. പിന്നെ സാധാരണ നമ്മൾ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കുമ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ സ്കിന്നിന് അത് ഓക്കെ ആണെങ്കിൽ പിന്നെ ഓരോ പൗഡറായിട്ട് ഇൻക്രിമെന്റ് ചെയ്താൽ മതി കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് പൗഡറുകൾ മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്കിന്നിന് നല്ല രീതിയിൽ സ്കിന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അലർജി ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് പൗഡർ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ. ഈ ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മുഖം ഒന്ന് നനക്കണം. അപ്പൊ ഞാനിവിടെ നനച്ചിട്ടുണ്ട്. എന്നിട്ട് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. വളരെ കുറച്ച് മാത്രം എടുക്കുക ഈ ഒരു പൗഡർ. സാധാരണ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് എടുത്തിട്ട് അപ്ലൈ ചെയ്യും. അത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം എടുക്കുക. എന്നിട്ട് വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടർ, അതോ അല്ലെങ്കിൽ പാല്, തൈര്, ഏതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് കൂടുതൽ സ്യൂട്ടായിട്ടുള്ളത് അത് ഉപയോഗിക്കുക. എന്നിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്ത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ അങ്ങനെ വെക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് പാക്ക് പോലെ അപ്ലൈ ചെയ്യാം കേട്ടോ. ആഴ്ചയിൽ ഒരു 3 തവണ ഫേസ് പാക്ക് പോലെ അപ്ലൈ ചെയ്യാം. അപ്പൊ ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഉപയോഗിച്ച് കഴുകുമ്പോൾ നമ്മൾ സ്ക്രബിങ് ചെയ്യുന്നത് പോലെ ചെയ്യണ്ട കേട്ടോ. സാധാരണ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകാറില്ല, അതുപോലെ കഴുകിയാൽ മതി. ഫേസ് വാഷ് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡറാണ്. അത് 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നീം പൗഡറാണ്, ആര്യവേപ്പിലയുടെ പൊടി. പിന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. അത് ഏകദേശം 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സ്പൂണ് ഡ്രൈ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പൊടി എളുപ്പം ചീത്തയായി പോവും. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഓറഞ്ച് പീൽ പൗഡർ, അതിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിൻ്റെ നിറം കൂട്ടാനും അതുപോലെ പോസ് മാറാനും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ സഹായിക്കും. പിന്നെ നീമാണെങ്കിൽ മുഖക്കുരു വരുന്നത് തടയും. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, നന്നായിട്ട് നമ്മുടെ സ്കിന്നെ ക്ലെൻസ് ചെയ്യും. കഴുകിയപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ, നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫേസ് വാഷ് പൗഡർ, നമുക്ക് വേണമെങ്കിൽ ഇതൊരു വൈറ്റമിൻ സി ഫേസ് വാഷ് പൗഡർ എന്ന് വിളിക്കാം. കാരണം ഓറഞ്ച് പീൽ പൗഡർ ഒക്കെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ അതുപോലെ നീം ആണെങ്കിൽ ആന്റി ബാക്ടീരിയൽ ആണ്. അപ്പോൾ ആന്റി ബാക്ടീരിയൽ ഫേസ് വാഷ് പൗഡർ കൂടിയാണിത്. അപ്പോൾ സ്കിന്നിന് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, അതുപോലെ ചൊറിച്ചിലുകൾ, പിന്നെ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഫേസ് വാഷ് പൗഡറാണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന ഡാർക്ക് സ്പോട്ട്സും അതുപോലെ കരിമാങ്കല്യം, കറുത്ത പാടുകൾ, പിന്നെന്താ കരുവാളിപ്പ്, ഇവയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഫേസ് വാഷ് പൗഡർ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും. എന്നാൽ മാത്രമേ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.